എല്ലാവർക്കും ജോൺസ്റ്റിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തരത്തിൽ CRT TV-കളിൽ LOT ക്യാപ്പ് ലീക്ക് വന്നാൽ എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മഴക്കാലങ്ങളിലാണ് സാധാരണ LOT ക്യാപ്പ് ലീക്കേജ് വരാറ്. അത് ഈർപ്പവും തണുപ്പൊക്കെ തട്ടിയാണ് അധികവും LOT ക്യാപ്പ് ലീക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇതിന് മേലെ ഒരു കട്ടിയുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട ഒരുവിധം മഴക്കാലത്ത് നമുക്ക് ഈ LOT ക്യാപ്പ് ലീക്കാവുന്നത് തടയാൻ സാധിക്കുന്നതാണ്. TV-കളിൽ LOT ക്യാപ്പ് ലീക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ TV ഉപയോഗിക്കാതിരിക്കുക, ഓണാക്കാതിരിക്കുക. നേരെ റിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് LOT സ്പാർക്ക് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അങ്ങനെ TV LOT സ്പാർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിക്ചർ ട്യൂബ് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ TVൻ്റെ ഓരോ സ്ക്രൂവും ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാം. സ്ക്രൂ എല്ലാം ഊരിയെടുത്തതിന് ശേഷം TVൻ്റെ ബേക്ക് കേസ് നമുക്ക് മെല്ലെ അയച്ചെടുക്കാം. കാരണം അതിൻ്റെ ബേസ് ബോർഡ് TVയുടെ ബേസ് ബോർഡിൽ തട്ടാതെ നമുക്കിത് മെല്ലെ കെയർഫുള്ളായിട്ട് തന്നെ ഊരിയെടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് LOT ക്യാപ്പ്. അപ്പോൾ ഇവിടെയാണ് ലീക്കേജ് വരുന്നത്. ഈ കാണുന്ന LOTയിൽ നിന്നാണ് പിക്ചർ ട്യൂബിലേക്ക് ഈ LOT ക്യാപ്പ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം TV അയക്കുമ്പോൾ പിക്ചർ ട്യൂബിൻ്റെ ഈ ഭാഗത്തൊക്കെ നിറച്ചും പൊടി ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് കെയർഫുള്ളായിട്ട് ഈ പൊടിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് LOT ക്യാപ്പ് മാറ്റാം. LOT ക്യാപ്പ് മാറ്റുമ്പോൾ ഡയറക്റ്റ് പോയി ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം പിക്ചർ ട്യൂബ് ചാർജ്ഡ് ആയിരിക്കും, അത് ഡിസ്ചാർജ് ചെയ്യണം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവ് എടുക്കുക. അതുപോലെ തന്നെ ഗേജ് കൂടിയ ഒരു വയറെടുത്ത് അതിൻ്റെ അഗ്രഭാഗത്ത് ചുറ്റുക. സ്ക്രൂ ഡ്രൈവ് തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് കൈ അതിൽ ടച്ച് ചെയ്യാൻ പറ്റാത്ത ഭാഗത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു സ്ക്രൂ ഡ്രൈവ് തിരഞ്ഞെടുക്കുക. ഇത് TVയുടെ എർത്ത് പോയിൻറ്റുമായിട്ട് ചുറ്റി വയ്ക്കുക, കണക്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ സ്ക്രൂ ഡ്രൈവ് എടുത്തിട്ട് സ്ക്രൂ ഡ്രൈവ് പിടിക്കുമ്പോൾ താഴെ തന്നെ പിടിക്കാൻ നോക്കുക. എന്നിട്ട് ഈ LOT ക്യാപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു പിന്ന് വരുന്നുണ്ടാവും, ആ പിന്നിൻ്റെ അവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക. ചെറിയ സ്പാർക്കോട് കൂടി അത് ഡിസ്ചാർജ് ആയിരിക്കും. സ്പാർക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഡിസ്ചാർജ് ആയിരിക്കും. കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരിക്കും. എന്നതിന് ശേഷം നമുക്ക് ആ LOT ക്യാപ്പ് മെല്ലെ ഊരിയെടുക്കാം. അപ്പോൾ LOT ക്യാപ്പ് വെച്ച സ്ഥലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ആർക്കിങ് വന്നതിൻ്റെ അടയാളങ്ങളും പിന്നെ അതിൻ്റെ ഗമ്മിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പുതിയ LOT ക്യാപ്പ് എടുക്കുക. ഇത് സോണീൻ്റെ ഒരു TVൻ്റെ LOT ക്യാപ്പാണ്. മെയ്ഡ് ഇൻ ജപ്പാനാണിത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു LOT ക്യാപ്പാണിത്. ഇതിൻ്റെ കൂടെ ഒരു ക്ലിപ്പും ഉണ്ടായിരിക്കും, LOT ക്ലിപ്പും. ഇതിന് ചില സ്ഥലത്ത് LOT കപ്പും ക്ലിപ്പും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ ക്ലിപ്പ്. നമുക്കതിൽ നിന്ന് ക്ലിപ്പ് മാത്രം ഊരിയെടുക്കാനുണ്ട്. അതിൽ വയറും കൂടെ വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഊരിയെടുക്കാൻ നമുക്ക് നോക്കാം. അതിനു മുൻപ് സോൾഡറിങ് ആണ് നമുക്ക് ചൂട് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ സോൾഡറിങ് ആണ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിക്കോളും. നമ്മൾ പഴയ LOT ക്യാപ്പ് ഉണ്ടല്ലോ, അത് മെല്ലെ ഇതുപോലെ ഊരിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ക്ലിപ്പ് കാണും. ഇത് കുറച്ച് വെറൈറ്റി ആയ ഒരു ക്ലിപ്പാണ്. ഇത് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഊരിയെടുക്കാം. ഇത് മറ്റേ തരം ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾഡറിങ് വെച്ച് ഊരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വലിച്ചപ്പം തന്നെ പോന്നിട്ടുണ്ട്. ഇത് സോൾഡർ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം ഇതൊരു വേറെ ടൈപ്പ് സംഭവമാണ്. പഴയ LOT ക്യാപ്പും പുതിയ LOT ക്യാപ്പും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പഴയ ക്യാപ്പ് വളരെ എന്താ പറയുക, കട്ടി കുറഞ്ഞൊരു ഇതാണ്. പുതിയത് അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് സോണിയുടെ ഒരു TVൻ്റെതാണ്. അപ്പോൾ നമ്മൾ പുതിയ LOT ക്യാപ്പ് നമ്മൾ LOTൻ്റെ ആ വയറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ക്ലിപ്പ് നമുക്ക് പിടിപ്പിക്കണം. ഈ ക്ലിപ്പ് നമ്മൾ അവിടെ സോൾഡർ ചെയ്ത് വെക്കണം. സോൾഡർ ചെയ്യുമ്പോൾ പേസ്റ്റ് അത്യാവശ്യം കൂടെ ഇട്ട് കൊടുക്കുക. ഈ ക്ലിപ്പിൽ ഒരു അഗ്രഭാഗം കാണാം, അത്യാവശ്യം കൂർത്തൊരു ഭാഗം. ഇത് ആ വയറിനെ കടിച്ച് പിടിക്കണം, എങ്കിലേ അത് ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ വയറിനെ കടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ വയർ അപ്പുറത്തേക്ക് കൊടുത്തിട്ട് സോൾഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ സോൾഡറൊക്കെ ചെയ്ത് ടൈറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പിക്ചർ ട്യൂബിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. പിക്ചർ ട്യൂബിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കപ്പിൻ്റെ ആ ഒരു മേൽഭാഗം അടിയിലേക്ക് താത്തി വെച്ചതിന് ശേഷം പിക്ചർ ട്യൂബിലേക്ക് കണക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്കവിടെ ടൈറ്റായി നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു സ്ക്രൂ ഡ്രൈവ് കൊടുത്തിട്ട് മറ്റേ ലെഗൊന്ന് അകത്തേക്ക് തള്ളി പിടിച്ചാൽ അത് ടൈറ്റായിട്ട് അവിടെ കടിച്ച് നിന്നോളും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. എയർ ടൈറ്റായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അമർത്തി കൊടുക്കുക. എയർ കയറാത്ത വിധത്തിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് തന്നെ വെച്ചെടുക്കുക. നമുക്കിതിൽ അനാബോണ്ട് എന്ന് പറയുന്ന പശ കിട്ടും, ഗമ്മ്. അത് യൂസ് ചെയ്തിട്ട് അത് തേച്ചതിന് ശേഷം ഈ LOT ക്യാപ്പ് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം എയർ ടൈറ്റ് ആയിട്ട് നിന്നോളും. പിന്നെ ഒരിക്കലും അത് ലീക്കേജ് വരാറില്ല.
വരാൻ സാധ്യത ഭയങ്കര കുറവാണ്. ഇനി നമുക്ക് ടി വി ഓൺ ചെയ്യാം. ടി വി ഓൺ ചെയ്യുമ്പോൾ ടി വിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് LOT ക്യാപ്പിൻ്റെ അവിടെ നിന്ന് ടച്ച് ചെയ്യാൻ പാടില്ല. മരണം വരെ സംഭവിക്കാം, കാരണം അത്രയ്ക്കും ഹെവി വോൾട്ടേജാണ് അവിടെ വരുന്നത്. അപ്പോൾ ടി വി ഓണായി വരുന്നുണ്ട്. അപ്പോൾ ലീക്കേജും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.